നമ്മുടെ മൈൻഡിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ ലൈഫിനെ നിയന്ത്രിക്കുന്നു, മറ്റൊന്ന് നിങ്ങളുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഏതൊക്കെയാണെന്ന് അറിയാമോ? നിങ്ങളുടെ ലൈഫിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് കോൺഷ്യസ് മൈൻഡാണ്. എന്താണ് കോൺഷ്യസ് മൈൻഡ്? നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ വരുന്ന ചിന്തകൾ, തീരുമാനങ്ങൾ, ലോജിക്ക്, പ്ലാനിങ്, വിൽ പവർ, ഏത് സമയത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കോൺഷ്യസ് മൈൻഡാണ്. ഒരു ഉദാഹരണം പറയാം. ഇന്ന് വൈകിട്ട് എനിക്ക് ജിമ്മിൽ പോകണം, നാളെ എനിക്ക് ഡയറ്റ് ഫോളോ ചെയ്യണം, എനിക്ക് നാളെ ട്രിപ്പ് പോകാനുണ്ട്, എനിക്ക് കുറച്ച് പ്ലാനിങ് ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് കോൺഷ്യസ് മൈൻഡാണ്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡാണ് ഇതിന് പിന്നിൽ യഥാർത്ഥ ഡ്രൈവർ. നിങ്ങളെ പഴയ ആ ഓൾഡ് പ്രോഗ്രാംസ് എല്ലാം ഫോളോ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അതായത് കുട്ടിക്കാലത്തെ വിശ്വാസങ്ങൾ, കോൺഫിഡൻസ്, ഫിയർ, മെമ്മറീസ്, ഇമോഷൻസ്, പേഴ്സണാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. നിങ്ങൾ ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത്ര എളുപ്പമല്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് പഴയ പ്രോഗ്രാമാണ് ഫോളോ ചെയ്യുന്നത്. ഉദാഹരണം പറയാം. ഇന്ന് വൈകിട്ട് എനിക്ക് ജിമ്മിൽ പോകണം 5 മണിക്ക്. അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയും, നീ പഴയ പോലെ വീട്ടിലിരുന്ന് റീൽസൊക്കെ നോക്കിയിരുന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. കോൺഷ്യസ് മൈൻഡ് ഒന്ന് ആഗ്രഹിക്കും, സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ അതിൽ നിന്ന് പുൾ ബാക്ക് ചെയ്യും. നിങ്ങളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് പറയും നീ നിനക്ക് അതിനുള്ള കഴിവൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നു, തീരുമാനിക്കുന്നു, സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ് ഫോളോ ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ഒരു കാർ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൈ സ്റ്റിയറിംഗിൽ പിടിക്കും, ഗിയർ ചേഞ്ച് ചെയ്യും, ആക്സിലേറ്റർ കൊടുക്കും, ബ്രേക്ക് കൊടുക്കും. ഇതെല്ലാം നിങ്ങൾ കോൺഷ്യസ് ആണ്, ആലോചിച്ചാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തിരിക്കുന്ന ആളോട് സംസാരിച്ചുകൊണ്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത്. പിന്നെ അപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കാൻ സഹായിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. എന്നുവെച്ചാൽ അവിടെ ഒരു പ്രോഗ്രാമിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ 5% മാത്രമേ കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിട്ടുള്ളൂ. ബാക്കി 95% സബ് കോൺഷ്യസ് മൈൻഡാണ് ആക്റ്റീവായിട്ടുള്ളത്, ലൈഫിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ റിയൽ പവർ ഇരിക്കുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനാണ്. സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ട്രെയിൻ ചെയ്യാൻ വഴിയുണ്ട്. എങ്ങനെയാണെന്നറിയോ? റെപ്പറ്റേഷൻ. വീണ്ടും വീണ്ടും ചെയ്യുക, വീണ്ടും വീണ്ടും ചിന്തിക്കുക. നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ട്രെയിൻ ചെയ്യാൻ പലതരം ടൂളുകളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? അഫർമേഷൻസ് ഉണ്ട്, വിഷ്വലൈസേഷൻ ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, തെറാപ്പീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യിക്കണം.